അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവരുണ്ടാവും. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ടുള്ളവരുണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ദിക്റുകൾ നിങ്ങൾ പതിവാക്കിക്കോളി. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം വിജയത്തിൽ എത്തുകയും ചെയ്യും. പടച്ച റബ്ബ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം തരുകയും ചെയ്യും. പണം തരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ തുറന്നു കിട്ടും. സാമ്പത്തിക ഞെരുക്കമില്ലാത്ത ജീവിതം കിട്ടും. മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ വരികയുമില്ല. നമ്മൾ എന്ത് ചൊല്ലുമ്പോഴും നല്ല വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. പടച്ച റബ്ബിനെ വിശ്വസിച്ച് എനിക്കിത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഇത് പതിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പടച്ച റബ്ബ് ഇതിൻ്റെ ഫലം തരും, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചൊല്ലണം ഈ ഒരു ദിക്ർ. നമ്മൾ ഏതെങ്കിലും ഒരു സമയം, ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ചൊല്ലിയാൽ മതി. ഇന്നാലിന്ന സമയം ചൊല്ലണമെന്നൊന്നുമില്ല. നമുക്ക് സുബഹയുടെ സമയം ചൊല്ലിയാൽ അത്രക്കും നല്ലത്. നമ്മൾ ഒരു ഇരുത്തത്തിൽ നമ്മൾ മുഴുവനായിട്ട് ചൊല്ലി തീർത്താൽ അത്രക്കും നല്ലത്. നമ്മൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാനായിട്ട് ചൊല്ലേണ്ട ആ ഒരു ദിക്റാണ് യാ ഫത്താഹു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. ഈ ഒരു ദിക്ർ നമ്മൾ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ കണ്ടെത്തിയിട്ട് 99 പ്രാവശ്യം നമ്മൾ പതിവാക്കുക. 99 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചെയ്തു വന്നാൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാത്ത വലിയ മാറ്റത്തിന് കാരണമാവും. ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെല്ലാം. വിജയത്തിൽ എത്തും. യാ ഫത്താഹു എന്ന് പറഞ്ഞാൽ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ ചൊല്ലി പ്രയാസങ്ങൾ പടച്ച റബ്ബിനോട് പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.